തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രമിറങ്ങുന്ന ഈ സ്ഥലത്ത് വന്ന എക്സലൻസിക്ക് രാജകുടുംബത്തിന്റെ പ്രതിനിധികൾ ഒക്കെ കൂടെ സ്വീകരിച്ചു. The Arabs came from the spice boat. Yes. So we have spices for you. Yeah. This is what they came to trade in. Spices. The spices. Spices. And the pepper they called black gold. And this is the black gold. തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാന്റെ ഭാഷ ഞാൻ എടുക്കുകയാണ്. സോളമൻ രാജാവിന്റെ കൊട്ടാരത്തിലെ നർത്തകിമാർ അണിഞ്ഞിരുന്ന ഗന്ധമകുടങ്ങൾ, മരുത്വാമലയിലെ അപൂർവ പുഷ്പങ്ങൾ അറബികൾ ബേപ്പൂർ കപ്പലിൽ കൊണ്ടുപോയി അത്തറ ചേർത്ത് കൊടുത്ത് വിറ്റ ഒരു ചരിത്ര പാരമ്പര്യം തിരുവിതാംകൂറിനുണ്ട്. ഇപ്പൊ ഹിസ്റ്റോറിക്കൽ റെപ്രസെന്റേഷൻ ഫൈൻഡിങ്സ് തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ. രണ്ട്, അദ്ദേഹത്തിന്റെ മുത്തച്ഛന് ശേഷം അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ആ റൈറ്റ് കൂട്ടത്തിൽ നടത്തിക്കൊണ്ടത്. 1986 ആണ് ആദ്യമായി അദ്ദേഹം ബേപ്പൂരിൽ തന്റെ പിതാവിനോടൊപ്പം എത്തുന്നത്. അന്ന് 2 കുടുംബങ്ങളായിരുന്നു അൽ മസ്റൂഖി കുടുംബത്തിന് കപ്പൽ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അത് മുതിരപ്പറമ്പിൽ ഹംസക്കോയ എന്ന വ്യക്തി, ഹാജിക്കോയ എന്ന വ്യക്തി. ഈ 2 വ്യക്തികളെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. പക്ഷെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ ഞങ്ങൾ എൻക്വയറി ചെയ്തുകൊണ്ട് മാതൃഭൂമി പത്രവും കലാവതി പത്രവും പബ്ലിഷ് ചെയ്തു. അത് കോഴിക്കോട് നഗരത്തിൽ ഒരുപാട് പ്രചരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് ഇപ്പോൾ ദുബായിലുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പാണ് ആ വിവരം അറിയുന്നത്. 82 വയസ്സുണ്ട്. ഒരാൾ മരിച്ചുപോയി, ഒരാൾ അവിടെ ഉണ്ട്. അതൊരു വലിയ സന്തോഷം. അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മൾ അന്വേഷിച്ച് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അവരെ അവിടെ കൊണ്ടുപോയി. അടുത്ത ട്രിപ്പിൽ അവരെ നമ്മൾ കാണും. അപ്പൊ അദ്ദേഹം ഈ ബേപ്പൂർ തുറമുഖത്ത് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പാദചിന്തനമുള്ള സ്ഥലത്ത് വന്നിട്ട് വേണം എനിക്ക് എന്റെ യാത്ര കേരളത്തിൽ റീബിൽഡ് ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. അപ്പോ ഞങ്ങളവിടെ ചെന്ന് ഈ ബേപ്പൂർ തുറമുഖത്തിൽ നിന്ന് അതെല്ലാം ആസ്വദിച്ച് ഇപ്പോൾ കപ്പൽ നിർമ്മിക്കുന്ന സത്യൻ എന്ന് പറയുന്ന ഒരു നിർമ്മാണശാലയുടെ ലീഡർ ചീഫ് കാർപ്പന്റർ വളരെ മനോഹരമായി അദ്ദേഹം അറബി ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു. എങ്ങനെയാണ് ഉരുക്കൾ നിർമ്മിക്കുന്നത്? കാരണം അറേബ്യൻ കപ്പലുകൾ നിർമ്മിച്ച് ഖത്തറിലൊക്കെ, ഖത്തർ രാജകുടുംബത്തിൽ ഇപ്പോൾ വലിയ കപ്പൽ അവര് അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും ഈ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളെ ലോക വിപണിയിൽ കൊണ്ടുപോയത് ഈ ബേപ്പൂർ കപ്പലുകളിലൂടെ അറേബ്യൻ തീരപ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. കെനിയ വരെ അവർ വിട്ടിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ കെനിയ വരെ വിട്ടിട്ടുണ്ട്. അപ്പോ അത് റീബിൽഡ് ചെയ്യുന്ന ഒരു പൈതൃക ടൂറിസം, ഒരു മലബാറിന്റെ പൈതൃക ടൂറിസം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കപ്പൽ ബേപ്പൂരിൽ നിന്നും വാങ്ങി ഇത് വീണ്ടും ഈ ഒരു അനുസ്മരണ യാത്ര ദുബായിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹമാണ് അതിനുള്ളത്. അതിനുവേണ്ടി രാജ്യത്തിന്റെ ഭരണാധികാരികളുമായി സംസാരിക്കാൻ ഈ റിട്ടേൺ ട്രിപ്പിന്റെ എക്സ്പോർട്സ് എല്ലാം ഡോക്യുമെന്റ് ആക്കി നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോ അതിനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ, ഞങ്ങളവിടെ ചെയ്തപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ആർ പി രാജേശ്വരനെ പോലെ ഹിസ്റ്റോറിക്കൽ വിഷയങ്ങളിൽ താല്പര്യമുള്ള റിട്ടയർ ചെയ്ത കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ KKN കുറുപ്പ് സാർ ഈ പത്രവാർത്ത വായിച്ചറിഞ്ഞ് അവിടെ വന്നു. അദ്ദേഹത്തിന്റെ പഠന ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിന് കൈമാറി. ഞാൻ അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ ഓണർ ചെയ്തു. ഇന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിനെ ഒരു മോഡറേറ്റർ ആക്കി വെച്ചുകൊണ്ട് മലബാർ ഹെറിറ്റേജ് കോൺക്ലേവ് കഴിയുമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോൺഫറൻസ് ഹാളിൽ ഒരെണ്ണവും ദുബായിലോ ഷാർജയിലോ അത് നടത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. മലബാർ ഹെറിറ്റേജ് കോൺക്ലേവ്. മാതൃഭൂമിയുടെ കോഴിക്കോട് ജില്ലയിലെ സീനിയർ പത്രപ്രവർത്തകനായ TP പത്മനാഭൻ സാറ് അവിടെ വന്ന് ഞങ്ങൾക്ക് ഏൻഷ്യന്റ് ഡോക്യുമെന്റുകൾ കാണിച്ചു തന്നു. ഇതൊന്നും ഡിജിറ്റലൈസ് ചെയ്യാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഞങ്ങൾ ദുഃഖം തോന്നി. അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് കൊടുത്തു. ഇത് മുഴുവൻ ഡോക്യുമെന്റേഷൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചെറിയ ഈ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരായെന്ന് പറയും. അതായത് നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ കയ്യിലിരിക്കുന്ന നോളജ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് കാലഘട്ടത്തിൽ നഷ്ടപ്പെടുക. ഇന്ന് സ്വാതി തിരുനാൾ മഹാരാജനെ കുറിച്ച് എത്രയും ഡെപ്ത് ആയിട്ട്
ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുള്ള ഡോക്ടർ ആർ പി രാജ് സാർ കൂടി ഇരിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡിജിറ്റലൈസ് നിങ്ങൾക്ക് ഇന്റർവ്യൂസ് എടുക്കാം. അതൊക്കെ വാല്യുബിൾ ഡോക്യുമെന്റുകളായിരിക്കും. നമ്മുടെ ഐപിള്ള സാർ ഈ ലോകത്തു നിന്ന് യാത്ര ഇറങ്ങി പോയി. ഞാൻ 3 വർഷം മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകരോട് പറഞ്ഞു, 2 തലമുറകളുടെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന സീനിയർ മോസ്റ്റ് പേഴ്സൺ ആയിരുന്നു ഐപിള്ള സാർ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അരമണിക്കൂർ നിങ്ങളുടെ ക്യാമറയിൽ ഒരു സാധനം എടുത്ത് വെക്കും. നിങ്ങൾ ഇനി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാൽ അത് കിട്ടത്തില്ല. ഹിസ്റ്ററി ഈസ് എൻഡ്. ഐ ആം ടെല്ലിങ്, എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, അതും ഞാൻ റിവീൽ ചെയ്യുന്ന സന്തോഷമേ ഉള്ളൂ. ഈ രാജകുടുംബമായിട്ടുള്ള വൈകാരികമായ ബന്ധം, എൻ്റെ മുത്തച്ഛൻ്റെ പിതാവ് റീജന്റ് റാണി ഉണ്ടായിരുന്ന കാലത്ത് റാന്നി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രദേശത്തെ ഫസ്റ്റ് ഫോറസ്റ്റ് കോൺട്രാക്ടറായിട്ട് നീട്ട് കിട്ടിയ ആളാണ്. ഞങ്ങളുടെ കുടുംബം ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചിത്രയിരുന്നാൾ മഹാരാജാവിനെ ആദ്യമായി അമ്മ മഹാറാണി ആറന്മുള ക്ഷേത്രത്തിൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ അടക്കമുള്ള ആളുകൾ ആറന്മുള ക്ഷേത്രത്തിൽ പോയി അന്നത്തെ വൈദ്യന്മാരെല്ലാം ചേർന്ന് മഹാരാജന്റെ ആ കൊച്ചുകുട്ടിയായിരിക്കുന്ന അവിടെ ഒരു വലിയ അക്ഷര ശ്ലോക സദസ്സൊക്കെ ചെയ്തതിന്റെ രേഖാചിത്രങ്ങൾ, ഇതിന്റെ ഡയറി വരെ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ 2012 വെള്ളപ്പൊക്കത്തിൽ അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഐ എം റിയലി ഷോക്ക് ദാറ്റ്. പക്ഷേ ഞാൻ ആദ്യമായി ചിത്രയുധ മഹാരാജനെ കാണുന്നത് ആദരണീയനായ ബെനഡിക്ട് പിതാവിനെ റാന്നി സെന്റ് തോമസ് കോളേജിൽ ഒരു ഫംഗ്ഷന് വിളിക്കാനായിട്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ പട്ടം ബിഷപ്പ് ഹൗസിൽ ചെല്ലുമ്പോൾ എന്നോട് ഇതിനുള്ള താല്പര്യങ്ങളൊക്കെ കണ്ട് തിരുവിതാംകൂറിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കും. കൊച്ചു വിദ്യാർത്ഥി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, താങ്കൾക്ക് ചിത്രയിരുന്നാൾ മഹാരാജനെ കാണാൻ ആഗ്രഹമുണ്ട്? ഞാൻ പറഞ്ഞു, തിരുമേനി കൂടെ വരികയാണെങ്കിൽ സന്തോഷമുണ്ടെന്ന് കൈകൊണ്ട് പറയും. അദ്ദേഹം ആരെയാണ് വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്നത്തെ ഫോണിൽ അദ്ദേഹത്തിൽ നിന്ന് പട്ടം പാലസിലേക്ക് വിളിച്ചു. ഒരു കൊച്ചു പയ്യൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട്, തമ്പുരാനെ കാണാൻ ഇഷ്ടമുണ്ട്, അങ്ങോട്ട് അനുവദിക്കുമെന്ന് ചോദിച്ചു. വന്നോളൂ എന്ന മറുപടി കിട്ടി. എന്നോട് പറഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, ഞാൻ അന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഈ കവടിയാർ കൊട്ടാരത്തിൽ വന്ന് കാണുന്ന രംഗമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അന്ന് ഒരു ഫോട്ടോഗ്രാഫ് ഒന്നും എടുത്തു വെക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് ഹിസ്റ്റോറിക്കൽ. പക്ഷെ ഞാൻ പിന്നീട് വന്ന് ലൈബ്രറി സയൻസിന്റെ മാസ്റ്റർ ഡിഗ്രി കോഴ്സ് ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ ആർക്കൈവ്സ് ഡോക്യുമെന്റുകളൊക്കെ, എൻ്റെ സബ്ജക്ട് ഏരിയ പ്രിസർവേഷൻ ഓഫ് ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ് എന്നുള്ളത്. ബ്രിട്ടീഷ് ലൈബ്രറിയനായിരുന്ന സുബ്രഹ്മണ്യ സാറ് തഞ്ചാവൂർ മഹാൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന ഡോക്യുമെന്റിനെ കുറിച്ചും നമ്മുടെ ആയുർവേദ ഡോക്യുമെന്റിനെ കുറിച്ചും ശില്പശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇത് മുഴുവൻ ജർമ്മൻകാരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുപോയതും ലോക ചരിത്രത്തിൽ ഇന്നും അവശേഷിക്കുന്ന ഏക സാധനം രുദ്രാക്ഷമാല എന്ന് പറയുന്ന മാനുസ്ക്രിപ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ആർക്കൈവ്സ്. ദേവി മഹാത്മ്യം എന്ന് പറയുന്ന ശ്ലോകം നാനോ ടെക്നോളജി ലോകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു നാരായത്തിൽ എഴുതിയ ചെറിയ രുദ്രാക്ഷമാലയ്ക്കകത്ത് അടങ്ങുന്ന ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം ലോക ചരിത്രത്തിൽ ഒരിടത്തുമില്ല. നമ്മുടെ അസറ്റാണ്, നമ്മുടെ പൈതൃകമാണ്. ഇതൊക്കെ ലോകം അറിയണം. ആക്ച്വലി ലോകം ഈ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. എത്ര ഹിസ്റ്ററി പ്രൊഫസർമാർക്ക് അറിയാം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഒന്നും? നമ്മുടെ വിദ്യാർത്ഥികളെ എത്ര പേര് പഠിപ്പിച്ചിട്ടുണ്ട്? ആക്ച്വലി ഇതൊക്കെ പ്രിസർവ് ചെയ്യണമെന്നൊരു ആഗ്രഹം. ഞാൻ പട്ടം പാലസിൽ പോയി ഉത്തരാടം തിരുനാൾ മാർത്താണ്ഡോമ തമ്പുരാനെ കണ്ടു. നമ്മുടെ ഇനിയിരിക്കുന്ന അവൈലബിൾ ഡോക്യുമെന്റുകളെങ്കിലും ഡിജിറ്റലൈസ് ചെയ്ത് വെക്കണം. അങ്ങനെ തുടങ്ങി 25 വർഷമായി ഇപ്പോൾ. ഐ എം കീപ്പിംഗ് ലോട്ട് ഓഫ് ഏൻഷ്യന്റ് ഡോക്യുമെന്റ്സ് ബേസ്ഡ് ഓൺ ട്രാവൻകൂർ ഹിസ്റ്ററി. അതിൽ കൊട്ടാരം വൈദ്യന്മാരുടെ ഫോർമുലാസ് വരെ ഞാൻ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചരിത്രത്തോടുള്ള ഒരു പ്രണയമാണ് അദ്ദേഹത്തെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നത്. 3 മാസം മുമ്പ് അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനിക്ക് 13ഓളം ബിസിനസ്സുകളുണ്ട്, ലൈസൻസ്. അതിൽ ഒരെണ്ണമാണ് എഡ്യൂക്കേഷൻ. ലൈസൻസിൽ എഡ്യൂക്കേഷൻ സെക്ടർ നമുക്ക് എങ്ങനെ ഒരു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളിനെ നാമകരണം ചെയ്തുകൊണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്യുതിരുനാൾ തമ്പുരാട്ടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ചെയ്തിട്ടുള്ള സ്വാതിരുനാൾ മഹാരാജാവിന്റെ ബൈസെൻട്രി സെലിബ്രേഷൻ നടത്തിയ സ്പീച്ചിന്റെ കണ്ടന്റ് ഞാൻ അദ്ദേഹത്തോട് അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു മഹാരാജാവ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നുണ്ട്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഇത്രയും നോളജും പ്രത്യേകിച്ച് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള നമ്മളിവിടെ കാണുന്ന ട്രാവൻകൂർ ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനെ അസ്ട്രോളജറെ കൊണ്ടുവന്നിട്ടാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ മഹനീയമായ ചിത്രം ആലേഖനം ചെയ്യുന്ന പടം ഇവിടെയുണ്ട്. അതാണ് തമ്പുരാട്ടി അദ്ദേഹത്തിന് സമ്മാനിക്കാൻ പോകുന്നത്. ഒരു ചരിത്രപരമായ ഒരു അട്രാക്ഷനാണ്. അത് ദുബായിൽ അദ്ദേഹം സ്ഥാപിക്കാൻ പോകുന്ന മഹാരാജാ സ്വാതിരുനാൾ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ ആർട്ട് ഗാലറിയിൽ സ്ഥാപിക്കുന്ന പ്രഥമ ചിത്രമായി. അതാണ് നമ്മൾ ഇവിടെ ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുന്നത്. ക്ലിയർ ആയിട്ടുള്ള സബ്ജക്ട്സ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ഈ സ്വാതിരുനാൾ മഹാരാജനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ സമ്മറി പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മഹാരാജന്റെ പേരിൽ
ഈ ദുബായിൽ നമുക്കൊരു ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ തുടങ്ങാം. അതിന്റെ ബ്രാഞ്ചസ് നമുക്ക് ഇന്ത്യയിൽ 116 മില്യൺ ദിർഹമാണ് ഈ ഫസ്റ്റ് സ്കൂളിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, ഈ സംസ്കാരത്തെ സ്നേഹിക്കുന്ന കേരളം, തമിഴ്നാട്, കർണാടക, പഞ്ചാബ് 4 സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ക്വീൻ പേഴ്സണാലിറ്റീസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അത്തരം ആളുകൾക്കും ഇതിനകത്ത് ഒരു ഷെയർ എടുക്കാം, താല്പര്യമുള്ളവർ ഈ നീനെ പേഴ്സണാലിറ്റി. അപ്പോ ആ ഒരു സൗഹൃദ കൂട്ടായ്മ, കുട്ടികൾ ഈ മാത്സും സയൻസും മാത്രമല്ല പഠിക്കേണ്ടത്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ സ്വാതിനാഥ് മഹാരാജിന്റെ പേര് ഒരു ആർട്സ് ഗാലറി അപ്പോ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇന്ന് ആ പൈതൃകം പേറുന്ന ഈ രാജകുടുംബത്തിലെ തന്നെ തമ്പുരാട്ടിയുടെ മകൻ പ്രിൻസ് രാമവർമ്മയെ ഞാൻ ഫോണിൽ വിളിച്ചു. ഇങ്ങനെ ഒരു സ്ഥാപനം ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ സ്വാതിനാഥിന്റെ പേരിൽ ഒരു സംഗീത മഹോത്സവവും നൃത്ത മഹോത്സവവും ഞങ്ങൾ ചെയ്ത് അങ്ങനെ ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കാൻ അങ്ങ് തയ്യാറാകണം എന്ന് പറഞ്ഞു, അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരാണ്, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ശോഭാ അന്തർജനത്തെ ദുബായിൽ നിന്ന് വിളിച്ചതാണ്. എത്ര മനോഹരമായി സ്വാതിനാഥ് കൃതികളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സോഷ്യൽ കമ്മിറ്റഡ് ടീച്ചറാണ്. ഇവരെയൊക്കെ മാധ്യമങ്ങൾ അടയാളപ്പെടുത്തണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൃതികളെയും നമ്മുടെ സംസ്കാരത്തെ അടയാളപ്പെടുത്തും. ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. അദ്ദേഹം വെറുതെ വന്നതല്ല, ഈ നാടിനെ സ്നേഹിക്കുന്ന ആളാണ്, ഈ നാടിന് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ്. അപ്പോ ഞങ്ങൾ പറഞ്ഞു ഈ ഇങ്ങനെ ഒരു സ്കൂളിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഫസ്റ്റ് ലൈസൻസ് ഞങ്ങൾ എടുത്തു. അതിന്റെ ദുബായിലെ KSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായി ഫസ്റ്റ് മീറ്റിംഗ് നടത്തി. അപ്പൊ അവിടുത്തെ പ്രൊസീജിയർ അനുസരിച്ച് ഓരോ ഡോക്യുമെന്റേഷൻസ് നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് ഫൈനൽ അപ്രൂവൽ അവർ ലാൻഡ് അലോട്ട് ചെയ്ത ലാൻഡുകൾ നമുക്ക് ലിസ്റ്റ് തരും. ആ ലിസ്റ്റിൽ നിന്ന് ഒരു ലാൻഡ് നമ്മൾ ഫൈനലൈസ് കഴിഞ്ഞതിന് ശേഷം അത് പ്രാർത്ഥിച്ച് തറക്കല്ലിടുമ്പോൾ തിരുവിതാംകൂറിലെ തമ്പുരാട്ടിമാരെ ക്ഷണിക്കാനാണ് അദ്ദേഹം. They should be able to do it very well. Inshallah. Because the blessing is the more important thing in my Right? feeling. This is what you mentioned about Lanka Sasana of the Gujarat. This is There is a small this is the one. family. All these are all foundation. Foundation and it's people this. It's all of the if God has a permitted me to write, may I give it to you? ഇത് തിരുവിതാംകൂർ രാജകുടുംബം മഹാരാജ സ്വാതിനാഥ് ആർട്ട് സ്കൂളിന്റെ സ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെ വരുന്ന ആർട്ട് ഗാലറിയിലേക്ക് സമ്മാനിക്കുന്ന ഒരു ചരിത്ര ചിത്രമാണ്. ഇതാണ് നമ്മൾ പ്രസന്റേഷന് കൊടുക്കുന്നത്. എന്തിനാണ് ഇത് കൊടുക്കുന്നത് ചോദിച്ചാൽ, മഹാരാജ സ്വാതിനാഥിനെ ലോകം അടയാളപ്പെടുത്തണം. ആ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല, അവിടെ നടക്കുന്ന ഫംഗ്ഷനിൽ കുട്ടികൾ വരുമ്പോൾ ആ ഹിസ്റ്ററി അവിടെ എഴുതപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ ചിത്രവുമായി ഞങ്ങൾ പോകുന്നത്. കാലിക്കോട്ട് പോകുന്ന ആള് സാധാരണ മനുഷ്യനല്ല. കാരണം ഇത് ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരെ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് വെല്ലോ റോയൽ സൊസൈറ്റി ഇൻ ലണ്ടൻ. വിഭജന FRS മാൻ സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് അന്ന് FRS മാൻ ഈവൻ ഡ്രോപ്പ് ചെയ്ത് ഒബ്സർവേറ്ററി. അപ്പൊ അത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് ആ കാര്യം അന്നത്തെ കാലത്ത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനൊരു ഐൻസ്റ്റൈൻ, സ്റ്റീഫൻ ഹോക്കിംഗ് അവരൊക്കെയാണ് FRS മനുഷ്യൻ. ഇതിനകത്തൊരു ഈശ്വര നിയോഗമുണ്ട്. ഈ ഛായാചിത്രം വരച്ചത് ഇദ്ദേഹമാണ്, കൈലേഷ് പണ്ട്. എനിക്കൊരു പരിചയമില്ലാത്ത ആളാണ്. പറഞ്ഞോട്ടെ. ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട സമ്മാനം തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായ ശ്രീ പത്മനാഭ സ്വാമിയുടെ ഒരു വിഗ്രഹം തന്നെ തമ്പുരാട്ടി ബ്ലസ് ചെയ്ത് കൊടുത്തു. നമ്മൾ ബ്ലസ് ചെയ്യാറ്. നല്ല ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന്. അതെ, പ്രാർത്ഥിച്ചു.
It's really a historical moment for any person to visit such beautiful place, such historical place, and it's an honor for me to be here in Maharaja Swedagar Palace. It's really happiness and historical time. Thank you. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ദീപ്ത സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കൊട്ടാര വളപ്പിൽ നിന്നുകൊണ്ട് ദുബായ് പട്ടണത്തിൽ മഹാരാജ സ്വാതി തിരുനാളിൻ്റെ നാമത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ സ്ഥാപിക്കാൻ 113 ബില്യൺ ദിർഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് അൽ മസ്റൂഖി, ഹിസ് എക്സലൻസി മുഹമ്മദ് ഇബ്രാഹിം അൽ മസ്റൂഖി. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിലെ തമ്പുരാട്ടിമാരെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഈ സ്വാതി തിരുനാൾ മ്യൂസിയം കാണണമെന്നുള്ളത്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. അത്യന്തം ഹൃദയസ്പർശമായ ഒരു നിമിഷമാണിത്. തിരുവിതാംകൂറിനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു മഹത്തായ പദ്ധതിയുമായിട്ടാണ് നമ്മൾ പോകുന്നത്. മഹാരാജ സ്വാതി തിരുനാളിൻ്റെ പേരിൽ ഒരു നൃത്തോത്സവവും സംഗീതോത്സവവും അന്താരാഷ്ട്ര തലത്തിൽ ദുബായിൽ സംഘടിപ്പിക്കണം എന്നുള്ള ആശയവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് എങ്ങനെയാണോ ഈ രാജ്യത്തെ കലാകാരന്മാരെയും ഷഡ്കാല ഗോവിന്ദന്മാരടക്കമുള്ള വലിയ സംഗീതജ്ഞന്മാരെയും കവിരത്നങ്ങളെയും ആദരിച്ച ഈ കൊട്ടാരത്തിൻ്റെ വളപ്പിൽ നിന്നുകൊണ്ട് നാളെയുടെ തലമുറയിലും അത്തരമൊരു സംസ്കാരം ലോകത്തിൻ്റെ നെറുകയിൽ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായി വന്നിരിക്കുന്ന ഹിസ് എക്സലൻസിക്ക് ഈ കൊട്ടാര വളപ്പിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ. താങ്കൾക്ക് ഇനിയും ഇതുപോലുള്ള നൂറുകണക്കിന് അറബ് സമൂഹത്തിലെ ആളുകൾ നമ്മുടെ ഈ കൊട്ടാരം സന്ദർശിക്കും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. എല്ലാ അനുഭവങ്ങളുമായിട്ടാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്ര സ്മാരകങ്ങളെല്ലാം സന്ദർശിച്ച ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. വീണ്ടും ഞങ്ങൾ മടങ്ങി വരും.